വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭയുടെ മുഖപത്രം ദീപിക. ശിവൻകുട്ടി നായരല്ല, LDFന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നാണ് വിമർശനം. അധ്യാപക നിയമന വിഷയത്തിൽ മന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും ഇക്കാര്യം മറന്നതുപോലെയാണ്. സർക്കാരിനെതിരെ നിവർത്തന പ്രക്ഷോഭം നടത്തിക്കരുത്. സുകുമാരൻ നായരുടെ പിന്തുണ ഉണ്ടാക്കിയ അനുകൂല സാഹചര്യത്തെക്കാൾ 4 ഇരട്ടി ഇത് അപകടമുണ്ടാക്കും. ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ശ്വാസം മുട്ടിച്ചാൽ തിരിച്ചടിയുണ്ടാകുമെന്നും ലേഖനത്തിൽ മുന്നറിയിപ്പുണ്ട്. MK ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷുക്കൂർ, ഇതിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത്? അമൃത, ഇന്ന് കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപികയിൽ മന്ത്രി വി ശിവൻകുട്ടിയെ പേരെടുത്ത് കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം NSSന് ലഭിച്ചതുപോലെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനം ഭിന്നശേഷി സംവരണ സീറ്റുകൾ ഒഴിച്ചിട്ട് നടത്താനുള്ള ഒരു അനുമതി സഭയ്ക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ NSS ഒഴികെയുള്ള മാനേജ്മെന്റുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ പ്രശ്നം. ഇത് സർക്കാർ മുന്നിൽ നിരന്തരം അവർ ഉന്നയിച്ചിട്ടും NSSന് സുപ്രീം കോടതി അനുകൂല വിധി നൽകിയതുകൊണ്ട് അവർക്ക് അതിന് അനുമതി നൽകി. എന്നാൽ നിങ്ങൾക്ക് അത്തരമൊരു അനുമതിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ നിയമനങ്ങൾ സർക്കാർ അംഗീകരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് ഏതാനും ആഴ്ചകളായി കത്തോലിക്ക സഭയുടെ വൈദികരും അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളും ശക്തമായ വിമർശനവുമായി സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ ദീപിക മുഖപത്രം ഒരു ശക്തമായ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. ശിവൻകുട്ടി സ്വന്തം കുഴി കുത്തുന്നുവെന്നാണ് ആ ദീപികയിൽ ആദ്യം പറയുന്നത്. മറ്റൊന്ന്, ശിവൻകുട്ടി നായരല്ല വിദ്യാഭ്യാസ മന്ത്രി. അധ്യാപക നിയമനത്തിൽ മന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും ഇക്കാര്യം മറന്നതുപോലെയാണ്. ഒപ്പം സർക്കാരിനെതിരെ നിവർത്തന പ്രക്ഷോഭം നടത്താൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. നിവർത്തന പ്രക്ഷോഭം നടത്തേണ്ട അവസ്ഥയിലേക്കാണ് മന്ത്രി കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. സുകുമാരൻ നായരുടെ പിന്തുണ ഉണ്ടാക്കിയ അനുകൂല സാഹചര്യത്തെക്കാൾ 4 ഇരട്ടി അപകടം ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഉണ്ടാക്കും. ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശ്വാസം മുട്ടിച്ചാൽ തിരിച്ചടി ഉണ്ടാകും. സർ CPക്ക് 1947 മുണ്ടശ്ശേരിക്ക് 1957 MA ബേബിക്ക് 2006 ഉണ്ടായത് ഓർക്കണം. NSSന് ലഭിച്ച നിയമനാവകാശം മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് തുടങ്ങിയ ശക്തമായ വിമർശനങ്ങളാണ് കത്തോലിക്ക സഭ ഈ ലേഖനത്തിലൂടെ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ശിവൻകുട്ടിയുടെ വിലാസം ഒരു നായരാണ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു നായർ എന്ന ജാതിക്കപ്പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ലേഖനത്തിൽ പറയുന്നു. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു ജാതി അധിക്ഷേപം കൂടി അടങ്ങിയ ഒരു ലേഖനമാണ് ഇന്ന് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.